നമ്മുടെ ബഹുമാനപ്പെട്ട വി. ശിവൻകുട്ടി ഒരു ആശയം മുന്നോട്ട് വച്ചു. സമ്മർ വെക്കേഷൻ ജൂൺ, ജൂലൈ മാസങ്ങളിലാക്കിയാലോ എന്ന്. ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും ഉണ്ട്. ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സുകളൊന്നും മിസ്സാകാതെ കുട്ടികൾക്ക് എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഡിഫിക്കൽട്ടായ സബ്ജക്റ്റുകളെ ഈസിയായി പഠിക്കാൻ ഏറെ അധികം ഉപകരിക്കും. മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് അവധി കൊടുത്താൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ വളരെ നന്നായി പ്രവർത്തിക്കാൻ സാധിക്കും. നമുക്കറിയാം, മഴയൊക്കെ പെയ്താൽ പ്രളയവും മറ്റു ദുരിതവും ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പോലും സമാധാനമായി ഇരിക്കാൻ കഴിയാത്ത ഒരുപാട് ഫാമിലീസ് നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ അത് വളരെയധികം ഗുണമായിരിക്കും. മറിച്ച് ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഴക്കാലത്ത് കുട്ടികൾക്ക് കൂടുതലും അവധി കൊടുത്താൽ അവർ പുഴ, തോട് എന്നിവിടങ്ങളിൽ മീൻ പിടിക്കാൻ പോകുവാനും കുളിക്കുവാൻ പോകുവാനും ഒക്കെ സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുമ്പോൾ അത് അവരുടെ ജീവന് തന്നെ ആപത്താണ്. മാത്രമല്ല, മഴക്കാലത്ത് പുഴയും തോടുമൊക്കെ നിറഞ്ഞു കിടക്കും. കൂടാതെ പുഴ അരികൊക്കെ ഇടിഞ്ഞ് അപകട ഭീഷണി നേരിടുന്ന സമയവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് കുട്ടികളുടെ അവധി നിർണയിക്കും മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് കരുതുന്നത് ഏറെ നന്നായിരിക്കും. മറ്റൊരു തിരിച്ചടി കായിക രംഗത്താണ്. കൂടുതലും ക്രിക്കറ്റ്, ഫുട്ബോൾ, ലോങ് ജമ്പ്, ഹൈ ജമ്പ് എന്നിവയിലൊക്കെ പരിശീലനം നേടുന്നവർക്കായിരിക്കും. കാരണം ഇവയിലൊക്കെ പരിശീലനം നൽകണമെങ്കിൽ നല്ലൊരു കാലാവസ്ഥ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവധി ജൂൺ, ജൂലൈ മാസങ്ങളിലാക്കിയാൽ ഇങ്ങനെയുള്ള കലാകാരന്മാരെയും അതുപോലെ തന്നെ കലാകാരികളെയും നമുക്ക് കായിക രംഗത്ത് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരു തിരിച്ചടി ടൂറിസം മേഖലകളിലാണ്. കൂടുതലും അതിരമ്പള്ളി വാട്ടർഫാൾസ്, ഊട്ടി, കൊടൈക്കനാൽ എന്നീ മേഖലകൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം സന്ദർശന വിലക്ക് ഏർപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് പാരന്റ്സ് ടൂർ പോകാൻ മടി പിടിക്കും. സമ്മർ വെക്കേഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും വരില്ല. അതുകൊണ്ട് തന്നെ ടൂറിസം മേഖലകളെ ഒന്ന് കൺസിഡർ ചെയ്യുന്നത് ഏറെ നന്നായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ പേഴ്സണലായ ഒരു ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ കമന്റിലൂടെ രേഖപ്പെടുത്തുക. പുതിയ ഒരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.